അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വട്ടം നമ്മൾ നിർമ്മാണമായിരുന്നു ചെയ്തത്. ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഒരു കമന്റ് വന്നായിരുന്നു, അടുത്ത വട്ടം ഷവർമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഷവർമ അങ്ങ് സെറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ കൂടെ അങ്ങ് പിടിച്ചോണം. അപ്പം ബാ പോര്. അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പം തുടങ്ങിയേക്കാം. ബാ ചിക്കൻ. ഗൈസ് ഫസ്റ്റ് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ മൊത്തത്തിൽ മസാല പുരട്ടി ഒന്ന് വറക്കാനുള്ള സെറ്റപ്പിലാക്കി വെക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, മസാല ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഇനി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഷവർമയ്ക്കുള്ള ചിക്കൻ മസാലയൊക്കെ പുരട്ടി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഹോം മെയ്ഡ് മയോണൈസ് ഉണ്ടാക്കാം. അപ്പം വാ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. അപ്പോൾ കഴിച്ച് നമ്മൾ 4 മുട്ട മൊത്തത്തിൽ നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അടുത്ത് വെളുത്തുള്ളി. അല്ല, വെളുത്തുള്ളി. അടുത്ത് നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാം. വിനാഗിരി നമുക്ക് ഒരടപ്പ് ഒഴിക്കാം. ഒരടപ്പ് വിനാഗിരി. പഞ്ചസാര, ഉപ്പ്, ഓയിലേ മിക്സിക്കകത്ത് വെച്ച് അടിക്കാം. അപ്പം വാ. പ്രാവശ്യമായിട്ട് ഓയിൽ ഒഴിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ മയോണൈസ് ഓക്കെ ആയി. അപ്പോൾ നമുക്ക് വാ. അപ്പോൾ മയോണൈസ് നമുക്ക് പ്ലേറ്റിനകത്തോട്ടാക്കാം. ചിക്കൻ വറക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. അപ്പം വാ. അപ്പോൾ നമുക്ക് പാൻ എടുത്തിനി സെറ്റ് ചെയ്യാം. വാ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. എന്തോ പരിപാടിയൊക്കെ കാണിക്കുന്നത്. അരിഞ്ഞു വെക്കുന്ന സാധനങ്ങൾ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് വന്നിട്ട് എൻ്റെ ഷവർമയ്ക്കുള്ള കച്ചമ്പറും ഇതുമെല്ലാം എടുത്ത് വെച്ച് തിന്നുന്നോ? എൻ്റെ റെസിപ്പി. നോ ഗൈസ്, ഇവളെൻ്റെ റെസിപ്പി അടിച്ചു മാറ്റാൻ വന്നോ കള്ളി. ഒരു മുളക് ചാലിക്കാൻ പോലും അറിയാൻ മേലാത്ത ആളാ ഷവർമ. സീരിയസ് ആണ് കേട്ടോ, അവള് പറഞ്ഞു തന്നിട്ടാ ഞാനത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഷെഫ്, മേജർ ഷെഫ് എത്തിയിട്ടുണ്ട്. ഷെഫ് ചിക്കൻ ഇട്ടോട്ടെ. ഓക്കെ, പതുക്കെ. ഓക്കെ, ഷെഫ് ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു തരുന്നതാണ്. ആ പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുക്കിങ്ങിലൊന്നും വലിയ പിടുത്തമില്ല. ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമാണ്, കഴിക്കാനും ഏറെ താല്പര്യമാണ്. അതാണ് കൂടുതൽ. അപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ ഷെഫിൻ്റെ കയ്യിലേക്ക് കൈമാറിയിരിക്കുന്നു. ഷെഫിന് ബാക്കി ഷവർമയ്ക്കുള്ള ഐറ്റംസ് എല്ലാം ചെയ്യുന്നതാണ്. ഓക്കെ, ആ മുട്ടത്തോട് എടുത്ത ചെടിയുടെ ചോട്ടിലോട്ട് ഇട്ടേര്. ഒരു വളമായിക്കോളൂല്ലോ. എന്ത് ചെടി? ചെമ്പകത്തിന്റെ. കോരി പാത്രത്തിനകത്ത് പാറ്റണം. ഏകദേശം നമ്മുടെ ചിക്കൻ മുരിഞ്ഞിട്ടുണ്ട്. ഇന്നേക്കൊരു പുടി എല്ലാരും വാങ്ങോ. എല്ലാരും പോങ്ങോ. ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. നമ്മൾ കുബൂസോ റൊമാലിയോ ഒന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ചപ്പാത്തിയാണ് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതുകൊണ്ട് ചപ്പാത്തിയാണ് ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ട് ചപ്പാത്തിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഏകദേശം നമ്മുടെ പരിപാടി ഒരു 95% ഫില്ലായി അല്ലേ? ഇനി നമുക്കുള്ള ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഷവർമയുടെ മേക്കിംഗ് ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇത് ഫില്ല് ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ ബാ.
ഷവർമയുടെ ലാസ്റ്റ് സ്റ്റേജ് ആയിരിക്കുന്നു. നമ്മൾ ഇനി ഫില്ല് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മളുണ്ടാക്കിയ ഹോം മെയ്ഡ് മയോണൈസ് നമ്മൾ ഇതിനകത്തോട്ട് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇച്ചിരി ടൊമാറ്റോ സോസ്, ചിക്കൻ, കുക്കുംബർ, ക്യാരറ്റ്, ഒരു 2-3 തക്കാളി ചെയ്യാവേ. അപ്പോൾ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നിർമ്മാണം ഉണ്ടാക്കിയപ്പോൾ ഒരു കമന്റ് വന്നായിരുന്നു ഷവർമ ഉണ്ടാക്കുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ആ ചോദിച്ച ആളോടാണ് നമ്മൾ ഷവർമ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് കഴിച്ചു നോക്കിയാൽ മാത്രം മതി. അപ്പം കഴിച്ചു നോക്കിയിട്ട് ബാക്കി അഭിപ്രായം അറിയിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്കിനി ഈ ഷവർമ കഴിച്ചു നോക്കാം. നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഈ ഷവർമ എങ്ങനെ ഉണ്ടെന്ന്. ഷെഫ് കൊള്ളാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഷവർമ രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.